20,000 രൂപ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങിയിട്ട് ഇന്ന് ലക്ഷങ്ങൾ ലാഭം കൊയ്യുന്ന ഒരു സാധാ വീട്ടമ്മ. ആദ്യമൊന്നും 1 രൂപ പോലും കിട്ടില്ല, പിന്നല്ലേ ലക്ഷങ്ങൾ കിട്ടുന്നത്. ഹോട്ടലുകാർക്കല്ലേ ഇത് കൂടുതലും ചെയ്യാൻ പറ്റുന്നേ? ആയിരുന്നു, അപ്പൊ അല്ലാന്ന് ഞാൻ തെളിയിച്ചു. ഓർഡറേ ഇല്ല. ഒരാഴ്ചയിൽ എനിക്ക് 250 രൂപയുടെ വരുമാനം കിട്ടിയത്. നമ്മളും അറിയുന്നില്ല ഇങ്ങനെയൊന്നും ആവുമെന്നും. സ്വിഗ്ഗി സൊമാറ്റോ വഴി ഡെലിവറി അത് എങ്ങനെയാ ചേച്ചി? പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര ലക്ഷം രൂപ നമുക്ക് മാസം കിട്ടും. പാലക്കാട് നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഇവർക്ക് ഇവിടെ വേലക്കാരില്ല. കോവിഡ് വന്നു, അപ്പൊ എന്റെ ജോലി പോയി. ഒരാളുടെ മാത്രം ജോലി, വരുമാനം. രാത്രി പിന്നെ മിക്ക ദിവസങ്ങളിലും പട്ടിണിയായിരിക്കും. തുടങ്ങാമെന്ന് പറയുമ്പോഴും അവിടെ ഒരാള് നീ എങ്ങനെ തുടങ്ങും, എതിർപ്പുണ്ടായി. അതാണ് സത്യം. പണയം വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർഗം. ഡെലിവറി ബോയ് ആണോ? ഡെലിവറി ബോയ്. കാശ് മേടിക്കുന്നുണ്ടോ? മാസം 500 രൂപ. ചേച്ചി ഭയങ്കര സെറ്റിന് ഭയങ്കര ഒരുങ്ങിയൊക്കെ. ചേച്ചി സാധാ ഞാൻ അടുക്കള പണിക്കാരിയാണ്. അപ്പൊ എന്റെ മേക്കപ്പ് ഇതാണ്. 20,000 രൂപ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങിയിട്ട് ഇന്ന് ലക്ഷങ്ങൾ ലാഭം കൊയ്യുന്ന ഒരു സാധാ വീട്ടമ്മയും അത് ഫാമിലിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. 8 സർജറി കഴിഞ്ഞിട്ട് ഇരിക്കാൻ പോലും പറ്റാത്തൊരു സ്റ്റേജിൽ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇന്ന് എന്താ പറയുക, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി. അത് മാത്രമല്ല കേട്ടോ, ഈ ബിസിനസ്സിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചേച്ചി ഉണ്ടാക്കുന്നത് ഫുഡാണ്. ആ ഫുഡ് ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ വഴി ഡെലിവറി ചെയ്യുന്നുണ്ട്. അതൊരു വലിയ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ ചേച്ചിയോട് ചോദിക്കും. കാരണം സാധാരണ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ടൈമുള്ള, എന്നാൽ എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം എന്നുള്ളവർക്ക് ചേച്ചി ടിപ്സ് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ? ചേച്ചിയുടെ സ്വിഗ്ഗി സൊമാറ്റോ വിൽപ്പന എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ചേച്ചി, ഈ നമ്മൾക്ക് എൻ്റെ ഒരു സംശയമാണേ, നമ്മളുടെ ഈ ഹോട്ടലുകാർക്കല്ലേ ഇത് കൂടുതലും ഇത് ചെയ്യാൻ പറ്റുന്നേ? ആയിരുന്നു. ഇതിപ്പോ അല്ലാന്ന് ഞാൻ തെളിയിച്ചു. വീട്ടുകാർക്കും ചെയ്യാമെന്ന്. അതെങ്ങനെയാ ചേച്ചി? ആദ്യം എന്റെ ഒരു സംശയം അത് തന്നെയായിരുന്നു. ഇത് ഹോട്ടലുകാർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. കാരണം അന്ന് വീട്ടുകാരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം മോനോടാണ് ചോദിക്കുന്നത്, മോന് എല്ലാരും ഇങ്ങനെ ഹോട്ടലുകാർ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ അവൻ പറഞ്ഞു ചെയ്യാമായിരിക്കും, എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. പിന്നെ അവൻ എങ്ങനെ അന്വേഷിച്ചിട്ട് എന്തോ എന്നോട് പറഞ്ഞു നമുക്കും ചെയ്യാം. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് പിന്നെ ഒന്നും അറിയില്ല, എങ്ങനെ ചെയ്യണം, എന്താണ് വേണ്ടത് ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങള് അക്ഷയയിൽ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു FSSAI ലൈസൻസ് ആണ് വേണ്ടത്. അങ്ങനെ അതെടുത്തു. അങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോയില് പിന്നെ മെയിൽ അയച്ചു. മോൻ അതിലേക്ക് അവര് അയച്ചില്ലെങ്കിൽ പെട്ടെന്നൊന്നും റെസ്പോൺസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. കാര്യം ഒന്ന് കോവിഡാണ്. ആ സമയത്തൊന്നും അവരുടെ ഇതൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനൊരു ദിവസം പത്രം നോക്കിയപ്പോൾ അതിനകത്ത് ഡെലിവറി ബോയ് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു പരസ്യം. അപ്പൊ അതിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അത് കോഴിക്കോട് നമ്പറാണ്. അപ്പൊ അവര് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പാർട്ണർ ആവാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവര് എറണാകുളത്തുള്ള ഒരു നമ്പർ തന്നു. ആ നമ്പറിലേക്ക് വിളിച്ച് അങ്ങനെ പുള്ളിയാണ് പിന്നെ നമ്മൾക്കെല്ലാം വേണ്ട ഗൈഡ് തന്നു. നമ്മള് മെനൂസ് കാര്യങ്ങളൊക്കെ എല്ലാം അയച്ചു കൊടുത്തു. നമ്മൾ അതിൽ ജോയിൻ ചെയ്യിച്ചു. അങ്ങനെ നമ്മൾ ഒന്നും അറിയാതെ അതിലേക്ക് കയറി. അടിപൊളി, അസാധ്യമായിരുന്നു. ആ മൂവ് അടിപൊളിയായിരുന്നു. സത്യം, അടിപൊളി. കാരണം നമുക്കറിയില്ല, സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന്, കാരണം എല്ലാ ഹോട്ടലുകാരാണ്. ഇപ്പം നിരവധി ഹോട്ടലുകാർക്കുള്ള ഏറ്റവും കൂടുതൽ ബിസിനസ്, കാരണം അവർക്കും ഭയങ്കര ലാഭമാണ്. ഞാൻ ചേച്ചിനെ പരിചയപ്പെടുത്തിയില്ല. ചേച്ചിയുടെ പേര് രാജി ശക്തിയാണ് ഇതിന്റെ അപ്പുറത്തിരിക്കുന്ന ആള്. മോന്റെ പേര് എങ്ങനെയാ ചേച്ചി? അമൽ ശക്തി. ഇനി ഒരാളും കൂടെ ഉണ്ട്, മോള് അമൃത ശക്തി. ഓ, എല്ലാ ശക്തിക്കാരാണ്, അവരുടെ ശക്തികളാണ് ഇതെല്ലാം. അതെ അതെ അതെ, ഞാനത് എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ, അവരുടെ ശക്തികള്. മോള് എയർ ഹോസ്റ്റസ് പഠിക്കുന്നു. BBA ഏവിയേഷൻ തേർഡ് ഇയർ. മോളും ഇതിന്റെ കുക്കിങ്ങിന്, അതായത് ഇവർക്ക് ഇവിടെ വേലക്കാരില്ല. ഇവർക്ക് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എന്താ പറയുക, കൂട്ടി പറഞ്ഞതല്ല. 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്നത് ഒരു മാസം കൊണ്ട് കൂട്ടി പറഞ്ഞതല്ല. ഈ 4 പേരുടെ ഈ ശക്തികളുടെ തുല്യമായ പ്രവർത്തനം കൊണ്ടാണ്. വിപരീത ദിശയിലുള്ളതല്ല, ഒറ്റ ദിശയിലുള്ള പ്രവർത്തനമാണ്. അമൽ, അമ്മ അന്ന് അങ്ങനെ ഒരു സംശയം ചോദിച്ചപ്പോഴേ അമൽ എവിടെ പോയിട്ട് അത് ആരോടോ ഒന്ന് ചോദിച്ചത്? അത് അമ്മ തമാശയായിട്ടാണോ അതോ അങ്ങനെ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാന്നുണ്ടായിരുന്നു? നമ്മളിപ്പോ ഒറ്റ ഇതില് പെട്ടെന്ന് പറഞ്ഞു തുടങ്ങിയല്ല. അമ്മ ഇപ്പൊ നേരത്തെ തൊട്ട് പറയുന്നില്ല നമുക്ക് ഫുഡിന്റെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ എന്താ, അതുപോലെ തന്നെ എന്താ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുറെ ചോദിക്കണ്ടേ. അപ്പൊ സ്വിഗ്ഗിയിൽ നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു സ്കോപ്പ് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളപ്പോ ഞാൻ പറഞ്ഞു എനിക്കിതിന് വലുതായിട്ട് അറിയില്ല. കാരണം ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഈ സോണിലുണ്ട്, അല്ലെങ്കിൽ ആലുവയിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളിപ്പോ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം റീച്ച് ആവും എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളതാണ് ഞാൻ താഴെ പറഞ്ഞത്. അപ്പൊ അമ്മ എന്നോട് തന്നെ പറയാ, അങ്ങനെയല്ല, ഇത് ആവശ്യമുള്ളവരുണ്ടാവാം, ഹോംലി ഫുഡ്സ് നോക്കുന്നവരും ഉണ്ടാവും, നമുക്ക് എന്തായാലും തുടങ്ങി നോക്കാം.
അപ്പൊ ഇതിനെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ആരോടും ചോദിക്കാനും നമുക്കറിയില്ല. അങ്ങനെ ചെയ്ത് പരിചയമുള്ള ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല ചോദിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ കണ്ടു. അതെ. അപ്പം അത് നമുക്ക് ഇപ്പൊ നമ്മളെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചു വിളിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ അന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങിയ ഒരാള് നമുക്ക് പരിചയവും ഇല്ല, സോഷ്യൽ മീഡിയയിലാണെങ്കിലും കണ്ട് ഉള്ള അറിവുമില്ല. അപ്പം നമ്മളാകെ നോക്കിയത് ഗൂഗിൾ ചെയ്തു എന്താ ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് കിട്ടുന്നത്. സൊമാറ്റോന്റെ വെബ്സൈറ്റ് കിട്ടി. ആദ്യമേ സ്വിഗ്ഗിയിലാണ് രജിസ്റ്റർ ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും സൊമാറ്റോന്റെ ഒരു വെബ്സൈറ്റ് കിട്ടി. അതിനകത്ത് കയറി നോക്കി. അപ്പം എന്നിട്ടും സൊമാറ്റോയില് നമുക്ക് റെസ്പോണ്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ അവർ ഇങ്ങോട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. സ്വിഗ്ഗിയിൽ നമ്മൾ ഓൺബോർഡ് ആയതിനു ശേഷം സൊമാറ്റോ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഓൺബോർഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് അവരിങ്ങോട്ട് പറയുക ചെയ്തത്. പക്ഷെ സ്വിഗ്ഗിയിലാണ് നമ്മൾ ആദ്യമേ ട്രൈ ചെയ്തത് എങ്ങനെയാണ് കയറാൻ പറ്റുക എന്നുള്ളത്. ചേച്ചി, നിങ്ങളുടെ കിച്ചണിന്റെ പേര് ക്ലൗഡ് കിച്ചൺ. ഫ്രം ദ കിച്ചൺ. ഫ്രം ദ കിച്ചൺ. കിച്ചണിൽ നിന്നും. നിങ്ങള് ഇവിടെ ഉള്ളവർ തന്നെയാണ്? ആരാ? അല്ല, ഞങ്ങള് ബേസിക്കലി കൊല്ലംകാരാണ്, കൊട്ടാരക്കരക്കാരാണ്. ഞങ്ങളിപ്പോ ഇവിടെ ജോലിയായിട്ട് ആലുവയിൽ വന്നു. ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് 2018 പ്രളയം. അതില് കുറച്ച് നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാൻ തുടങ്ങുമ്പോഴാണ് കോവിഡ് വന്നു. അപ്പൊ എന്റെ ജോലി പോയി. ഒരാളുടെ മാത്രം ജോലി, വരുമാനം. അങ്ങനെ ഒരു വർഷത്തോളം നമ്മൾ അങ്ങനെ ഇരുന്നപ്പോ ചേട്ടൻ അന്ന് കോസ്റ്റ് ഗാർഡിന്റെ എയർപോർട്ടിൽ അവിടെയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഒരാളുടെ മാത്രം വരുമാനത്തിൽ നമ്മൾക്ക് പറ്റില്ലാത്തൊരവസ്ഥ വന്നു. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ എന്ന് ഞാൻ ഇവരോടൊക്കെ ചോദിക്കും, നമുക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. അപ്പൊ ഫുഡിന്റെ ആവുമ്പോ നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം അത് ചോദിക്കാനാണ് ഞാൻ അതെല്ലാം കൊണ്ടുവന്നത്. ഈ ഫുഡ് തുടങ്ങാൻ കാരണം എന്താ? വേറെ എന്തെല്ലാം പണികൾ? അത്യാവശ്യം ചെറുതിലേ മുതലേ കുക്ക് ചെയ്യുമായിരുന്നു. ഇഷ്ടമായിരുന്നു കുക്കിംഗ്. ഏതാണ്ട് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഉണ്ണിയപ്പം ഉണ്ടാക്കി. അച്ഛനും അമ്മയൊന്നും വീട്ടിലില്ല. അപ്പം ഇവിടെ പുനലൂര് അവിടെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പണിക്കാരെ ജോലിക്കാരെയും കൊണ്ട് പോയിട്ട് അച്ഛനും അമ്മയും കൂടെ അവിടെ ഒരാഴ്ചയൊക്കെ ഉണ്ടാവും പണി. അങ്ങനെ പോയിട്ട് വരുമ്പോ ഞങ്ങളെ അമ്മയുടെ വീട്ടിലാക്കിയിട്ടാ പോകുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, അപ്പം വീട്ടിൽ അന്ന് ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ എപ്പോഴും ആട്ടി സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പൊ ഞാനൊരു പകലിങ്ങ് വന്നിട്ട് ഞാനും എൻ്റെ ഒരു ബ്രദറും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുമ്മാ അരി അമ്മിക്കല്ലിൽ അരച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി. 5ാം ക്ലാസ്സിൽ പഠിക്കും. ഉണ്ണിയപ്പം ഉണ്ടാക്കി. അപ്പോഴും അച്ഛൻ്റെ ഒരു പെങ്ങൾ അവിടെ വന്നു. അപ്പൊ അപ്പച്ചിക്കും കൊടുത്തു. അപ്പച്ചി ഇതൊക്കെ കഴിച്ചിട്ട് അച്ഛനും അമ്മയും വന്നപ്പോ ആദ്യം അവരോട് പറഞ്ഞു കൊടുത്ത ഇതാണ്, ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി. അപ്പൊ എല്ലാവർക്കും പേടി, കാരണം എണ്ണയല്ലേ, എന്തെങ്കിലും സംഭവിച്ചാ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ഇതിൽ. അങ്ങനെ അച്ഛൻ വന്നിട്ട് ഞങ്ങക്ക് നല്ല അടി തന്നു. ആണോ അമ്മേ? ഇവിടെ ചേച്ചിയുടെ അമ്മ ആണോ അമ്മേ? അടിച്ചോ? പണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോഴേ കൊച്ചുനാളെ അമ്മ ഓർത്തെടുത്ത് ചിരിക്കുന്നു. പക്ഷെ അടി നല്ല അടിയായിരുന്നു കേട്ടോ, സത്യം. അത് നമ്മളല്ലേ തലേവര എന്നൊക്കെ പറയാം, അത് എറിഞ്ഞിട്ടതാ. അച്ഛൻ അന്ന് എറിഞ്ഞിട്ട പറയാ. ആ പേടിയില് അമ്മു പറയാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ നല്ല അടിച്ചത് കൊച്ചു കുഞ്ഞാണ്, അന്ന് എണ്ണ വേണം. പിന്നെ അവർക്ക് ടെൻഷൻ പേടിച്ചു. കാരണം പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ അമ്മ ചെയ്യുമ്പോഴാണെങ്കിലും കൂടെ, പിന്നെ അച്ഛനായിരുന്നു അന്നും വീട്ടില് ചിക്കനൊക്കെ വേവിക്കുമ്പം അച്ഛനാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോ അച്ഛനെ അടുത്ത് വിളിച്ചിരുത്തി എല്ലാം പറഞ്ഞു തരും. അല്ലെങ്കിൽ വെച്ച് കഴിയുമ്പോഴത്തേന് ആദ്യമേ ഇത് ഇന്ന് വെന്തോ നോക്കാൻ അല്ലെങ്കിൽ ഉപ്പ് നോക്കാനൊക്കെ എല്ലാം ആദ്യമേ എനിക്ക് തന്നെ തരും. അപ്പൊ അങ്ങനെ അച്ഛനെല്ലാം പറഞ്ഞു തന്നുള്ള ഒരിത് നമുക്ക് അങ്ങനെ ചെറുതിലെ ശീലിച്ചു. പിന്നെ അതിങ്ങനെ കയ്യിലുണ്ടായിരുന്നത് ഇന്ന് നമുക്ക് അതിലൂടെ ഒരു പാഷൻ വന്നു. ഇപ്പൊ ചെയ്യാൻ ഒരു കറക്റ്റ് സമയം ഒന്ന് നോക്കാം. അങ്ങനെയാണ് സ്വർണം പണയം വെച്ചിട്ട്. അപ്പൊ അങ്ങനെ തുടങ്ങാമെന്ന് പറയുമ്പോഴും അവിടെ ഒരാള് നീ എങ്ങനെ തുടങ്ങും? അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വല്ലതും തന്നാലേ തുടങ്ങാൻ പറ്റൂ. അപ്പൊ എന്റെ കയ്യിൽ തരാനില്ല, കാരണം ഒരാളുടെ വരുമാനത്തിൽ നിന്ന് ഈ എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. അപ്പൊ പിന്നെ നോക്കിയപ്പം പണയം വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർഗം. അങ്ങനെ ഞങ്ങൾ പണയം വെക്കാൻ വേണ്ടി കോവിഡ് സമയമാണ് ഞാനും മോനും കൂടെ പോവുക. അങ്ങനെ പോയി ആലുവ ചെന്നപ്പോ അവിടെ തടഞ്ഞു നിർത്തുക, പോലീസ് അങ്ങോട്ട് വിടൂലല്ലോ, പാലത്തുനിന്ന് അപ്പുറത്തേക്ക് വിടില്ല. അപ്പൊ ഞങ്ങള് കാര്യം പറഞ്ഞിട്ട് എന്ത് വന്നാലും ഒരാളെ വിടുള്ളൂ. അപ്പൊ ഒരാള് പോവാന്ന് വെച്ചാൽ ഇപ്പൊ ബൈക്കിലാണെന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പൊ മോൻ പോയാൽ അവന് പണയം വെക്കാനൊന്നും അവൻ പോയിട്ടില്ല, അവനെ അറിയുമില്ല. അപ്പൊ അവരോട് പിന്നെ ഞങ്ങള് കാര്യം പറഞ്ഞു, ഇന്നതുപോലെയാണ്, ഒരാള് പോയാൽ പറ്റും, എന്നാ ഒരാള് താഴെ നിക്കണം, ഒരാളെ മുകളിലേക്ക് കയറാവൂ എന്നുള്ള റെസ്ട്രിക്ഷൻ. ആ ഒരു കണ്ടീഷനിൽ പിന്നെ ഞങ്ങൾ പോയി പണയം വെച്ചിട്ട് വന്നു.
അതിപ്പോ തന്നെ മേളിൽ തന്നെയാണ് നിങ്ങള്. അല്ല ചേച്ചി ഭയങ്കര സന്തോഷം. ഇപ്പം ഞാൻ തന്നെയാണ് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചി ഭയങ്കര സെറ്റിന് ഭയങ്കര ഒരുങ്ങിയൊക്കെ ഇരിക്കും. ചേച്ചി സാധാ ചേച്ചി വീട്ടിൽ ഇരിക്കുന്ന പോലെ ഞാൻ അടുക്കളപ്പണിയൊക്കെ അപ്പൊ എന്റെ മേക്കപ്പ് ഇതാണ്, എന്റെ മേക്കപ്പ് ഇത്. ഇപ്പൊ ഞാൻ എവിടെ പോയാലും എന്റെ മേക്കപ്പ് അപ്പൊ കാരണത്ത് അത്യാവശ്യം പോവുകയാണ്, അതിൽ ഇരുന്നാൽ മതിയെങ്കിൽ എന്റെ അപ്പോഴും എന്റെ ഡ്രസ്സ് ഇത് തന്നെ ആയിരിക്കും. ഇന്നലെ രാവിലെ ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ മോൾക്ക് വരാൻ പറ്റില്ല, അപ്പൊ മോനും ഞാനും കൂടെയാണ് പോയത്. അപ്പൊ ഇവ എന്നെ വിളിച്ചപ്പോ ഇവനോട് പറഞ്ഞു അമ്മ പോയി ഒരുങ്ങ്. പിന്നെ ഞാൻ ചോദിച്ചു എനിക്കെന്തോന്ന് ഒരുങ്ങായി? അപ്പൊ ഈ വേഷത്തിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഈ വേഷത്തിലാണ് വരുന്നത്, ഞാൻ ഈ വേഷത്തിൽ തന്നെ ഞാൻ പോയി. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ ഇത് കുക്കിങ്ങിലുള്ളൊരു പാഷൻ. അപ്പം ചേട്ടനോട് പൈസ ചോദിച്ചപ്പോ സ്വർണം വിറ്റു. ചേട്ടാ വിശ്വാസം ഉണ്ടായിരുന്നോ ചേച്ചീനെ? എനിക്ക് എന്നും വിശ്വാസമുണ്ട്. അയ്യോ സുഖിച്ചു. എന്നിട്ട് പിന്നെ പക്ഷെ എനിക്ക് എതിർപ്പുണ്ടായി, അതാണ് സത്യം. എന്തായിരുന്നു എതിർപ്പ്? അച്ഛനടിച്ച് അന്നത്തത് ശരിയായില്ലെന്നാണ്? അതല്ല, പക്ഷെ പ്രശ്നം അയാളുടെ ആരോഗ്യസ്ഥിതിയാണ്. ഓ, അതില് കൊറേ ഇത് ഇതിനെ കൊണ്ട് പറ്റില്ല, നീ പതിയാകുമ്പോ കളയും, പറ്റില്ല എന്നുള്ള ഇതില് കൊറേ പ്രാവശ്യം എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് തുടങ്ങാം, ചെറിയ രീതിയിൽ തുടങ്ങി നോക്കാം, പറ്റില്ലെങ്കിൽ നിർത്താം. പക്ഷെ നമ്മളും അറിയുന്നില്ല ഇങ്ങനെയൊന്നും ആവുമെന്നോ നമ്മൾ സക്സസ് ആവുമെന്നൊന്നും ഒരു പ്രതീക്ഷയിലും അല്ല നമ്മൾ ആരും തുടങ്ങി. ചേച്ചിക്ക് എത്രയോ സർജറികൾ ചെയ്തു? 8 സർജറി. അതെന്തിനായിരുന്നു സർജറി? എപ്പോഴാന്ന് ചോദിച്ചാല് ശരിക്കും 2 സിസേറിയൻ. അത് കഴിഞ്ഞിട്ട് യൂട്രസിൽ പ്രശ്നം, ചെറിയ സിസ്റ്റ് വന്നപ്പോൾ അന്ന് ചെറിയ പ്രായം, കാരണം മോൾക്ക് 1 വയസ്സുള്ള സമയം. അപ്പൊ അന്ന് ആദ്യം സിസ്റ്റ് മാത്രമായിട്ട് എടുത്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നമായിട്ട് പിന്നെ വീണ്ടും ആ ചെറിയ പ്രായത്തിൽ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഇതിന് കിഡ്നി സ്റ്റോണിന് തന്നെ 4 സർജറി ചെയ്തു. പിന്നെ ഇത് നാക്കില് ബ്ലഡ് ഇത് ക്ലോട്ടായി വന്നിട്ട് നാക്കിന്റെ സർജറി. അപ്പൊ ഫാറ്റി ലിവർ വന്നിട്ട് അതിന് സർജറിക്ക് വേണ്ടി പോയത്, അതെന്തോലും മിറാക്കിള് പോലെ ആ കറക്റ്റ് സമയത്ത് നോക്കുമ്പോൾ എല്ലാം നോർമലായിട്ട് അത്. അപ്പൊ അങ്ങനെ എല്ലാം കൂടി ആയിട്ട് സർജറിയോളം റെസ്റ്റ് എടുത്ത് വീട്ടില് സ്വസ്ഥമായിട്ടിരിക്കേണ്ട ആളാണ്, അതാണ് എതിർത്തത്. പക്ഷേ ആ എതിർത്തു. ഞാനിത് തുടങ്ങിയതിന് ശേഷം മറ്റേത് എനിക്ക് എന്നും അസുഖം, എന്നും ഹോസ്പിറ്റലിൽ പോകണം, കാരണം ഇരുന്നിട്ട് എണീക്കണമെങ്കിൽ 2 പേരെ സഹായം വേണം. അങ്ങനെ ആയിരുന്നു. പക്ഷെ നിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്, കാരണം എനിക്ക് അനസ്തേഷ്യ എല്ലാം നട്ടലിനാണ് ചെയ്തത്. ഒന്ന് എനിക്ക് ഡ്രഗ് അലർജി ഉണ്ട്, മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഈ നട്ടലിലെ കൂടെ ഒക്കെ ചെറുതായിട്ട് ട്യൂബൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് അനസ്തേഷ്യ. അപ്പൊ അത് കാരണം നട്ടലില് ഭയങ്കര വേദന. അപ്പൊ ഒരു അരമണിക്കൂർ തികച്ച് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും കഴിയില്ലാത്തതായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ ഇപ്പം ഞങ്ങൾ 4 മണിക്ക് തുടങ്ങുന്നത്, രാത്രി 12 മണിയാണ് ഞങ്ങൾ കിടക്കുന്നത്. അത്രയും സമയത്തിൽ ഇപ്പം ആകെ ഉച്ചയ്ക്ക് 1 മണിക്കൂർ കിടക്കും. ബാക്കി കൂടുതൽ സമയം ഈ അടുക്കളയിൽ നിന്നുള്ള പണികൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് നട്ടല് എന്നാ ഉണ്ടോന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഉണ്ട്, പക്ഷെ എന്നാലും അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അസുഖങ്ങളില്ല, ആശുപത്രി പോകില്ല, മരുന്ന് വാങ്ങലില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. മറ്റേതുള്ള പൈസ മുഴുവൻ എന്നും ഹോസ്പിറ്റലിൽ. അന്ന് വിദേശത്താണ് ഞാൻ, അവിടെ നേരെ ഹോസ്പിറ്റലിൽ ചേച്ചി സ്വീകരിക്കുന്നു, നേരെ കൊണ്ട് കൈ കൊണ്ട് കൊടുക്കുന്നു. എന്നും ഹോസ്പിറ്റലിൽ മാത്രമാണ്. കാരണം സർജറി എന്നൊക്കെ വെച്ചാൽ ഒരു സർജറിക്കൊക്കെ പോയാൽ 35-40 ദിവസമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. കാരണം അനസ്തേഷ്യ മരുന്നുകൾ പറ്റില്ലല്ലോ. അപ്പൊ ഈ മരുന്നുകളെല്ലാം ഹരിച്ചു പുണിച്ച് മരുന്നുകൾ ഒന്നേന്ന് കണ്ടുപിടിച്ച് കിട്ടിയാൽ മാത്രമേ. അപ്പൊ അങ്ങനെ കിടന്ന് 35-40 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ മക്കളും 4 മണിക്ക് എണീക്കുമോ? മോള് കൂടെ എണീക്കും. മോൻ ആ സമയത്ത് എണീക്കില്ല, അവനൊരു 5-5:30-6 മണി. ഡെലിവറി ബോയ് ആണോ? ഡെലിവറി ബോയ്. കാശ് മേടിക്കുന്നുണ്ടോ? സാലറി ഇല്ല, പക്ഷെ ഞാൻ മറ്റേ ലാഭവിഹിതം ഞാൻ എടുക്കും. മാസം 500 രൂപ. ചെലവും കഴിഞ്ഞ് മാസം 500 രൂപ. ഒരു മാസം എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ട് 500 രൂപ എന്റെ ഇത് മേടിക്കും. എന്തിനാന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നോടും പറഞ്ഞിട്ടുമില്ല. വലിയ എമൗണ്ടാ, സൂക്ഷിച്ചു വെക്കണം, ചെലവാക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ എന്നിട്ട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം എന്റെ 500 രൂപ വെച്ചിട്ടുണ്ടോ എന്തേന്ന് ചോദിച്ചു. പറഞ്ഞത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ക്യാഷ് ആയിട്ട് മേടിച്ചോണ്ട് പോയതാ. അപ്പൊ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇയാളാണോ ഇവിടെ ബാങ്കിലൊക്കെ ഡെലിവറി ചെയ്യുന്നത്? എല്ലാ സ്ഥലവും ഇയാള് തന്നെയാണ്. ഇപ്പൊ മോളും ചെയ്യുമായിരുന്നു, ഇപ്പൊ പിന്നെ അവൾക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് അവള് പിന്നെ ഇപ്പൊ ഈ മോഡലിങ് കാര്യങ്ങള് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും കൂടെയൊക്കെ ഇയാൾക്കുണ്ട്. അപ്പൊ മറ്റേത് അയാള് ക്ലാസ്സിന് പോകുന്ന സമയത്ത് കൊടുക്കും രാവിലെ. അന്ന് മോൻ വേറെ ജോലിക്കും പോകുന്നുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇത്രയും ആൾക്കാരില്ല. ഇപ്പൊ ഒരു ദിവസം എത്ര ആൾക്കാർക്ക്? ഇപ്പൊ ഒരു ദിവസം ഒരു 150
200 പേർക്ക് അടുത്ത് ആ അതായത് രാവിലത്തെ ഉച്ചക്കത്തെ വൈകിട്ടത്തെ വൈകിട്ടത്തെ എല്ലാം കൂടെ food. എല്ലാം കൂടെ. ഈ എങ്ങനെയുണ്ട് ചേച്ചി നമ്മള് സൊമാറ്റോ സ്വിഗ്ഗി പോലുള്ള ഇതില് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഈ സാധാ ഇപ്പൊ ഞാൻ പറയാം ഒരു തൊട്ടടുത്തൊരു ഊണിന് എത്രയാ കൊടുക്കുന്നത് ഇവിടെ? ഊണ് ഞാന് 90 രൂപയ്ക്ക് കൊടുക്കുന്നതുണ്ട്, ആ. 100 രൂപയ്ക്ക് കൊടുക്കുന്നതുണ്ട്, ആ. 60 രൂപയ്ക്ക് കൊടുക്കുന്നതുണ്ട്. അത് മീൻ സ്പെഷ്യൽ വെച്ചിട്ട് സ്പെഷ്യല് അത് ഏത് കൊടുത്താലും ഇപ്പൊ 60 രൂപയ്ക്ക് കൊടുത്താലും അതിൽ മീൻകറി ഉണ്ടാവും. ഓ. പിന്നെ കുറച്ച് കറി കൂടുതൽ വേണമെന്നുള്ളവരുണ്ടല്ലോ, ആ. അവർക്ക് അതനുസരിച്ചിട്ട്. അതായത് സിംഗിൾ കൊടുക്കുന്നത് റേറ്റ് കൂടുതലായിരിക്കും, പക്ഷെ മന്ത്ലി ഫുഡ് പിന്നെ മന്ത്ലി മെസ് നമുക്കുണ്ട്. ഉണ്ട്. അത് 2-3 പാക്കേജ് ആയിട്ടുണ്ട്. പെർ ഡേ 100 150-ണ്ട്, ഉം. 200-ഉണ്ട്, ഉം. 250-ഉണ്ട്. ഉം, ഉം. അങ്ങനെ പിന്നെ അത്യാവശ്യം 120 കൊടുക്കുന്നവരും ഉണ്ട്. കാരണം അതൊക്കെ ചില സ്റ്റുഡൻസോ അല്ലെങ്കിൽ ചില ചെറിയ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, കുറഞ്ഞ ശമ്പളമൊക്കെ ഉള്ള അവർക്കൊക്കെ ഇപ്പൊ ഈ അതനുസരിച്ച് സൊമാറ്റോ എന്നുള്ള ആളുകളും സ്വിഗ്ഗി എന്നുള്ള ഒരു ഡെലിവറി ബോയ്സ് ഇവിടെ വരുമോ? വരും. അവർക്ക് കൊടുക്കുന്ന ഊണാണോ എന്താണ് അവർക്ക് ഊണല്ല കൂടുതലും കൊടുക്കുന്നത്, നമുക്ക് കൂടുതലും പോകുന്നത് Breakfast. ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് അല്ലേ? ചായ, കോഫി, ആ. പിന്നെ ഇത് കഞ്ഞി. ഓ ഓ കഞ്ഞിയൊക്കെ ഉണ്ട്. കഞ്ഞി ഹോസ്പിറ്റലൊക്കെ കിടക്കുന്നവരൊക്കെ കൂടുതലും ആ. കഞ്ഞിയും പയറും ആ, പപ്പടവും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ ഭയങ്കര സന്തോഷാണല്ലേ? പിന്നെ എനിക്ക് ചേച്ചിയുടെ ചുക്ക് മുഖത്തൊന്നും കാപ്പി. വായിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി, കഷ്ടപ്പാട് രണ്ടാമത്തത്. അതെ, മാത്രമല്ല ഇവരെല്ലാം കട്ടക്ക് നിക്കുന്നുണ്ടോ? അതുകൊണ്ട് മാത്രമാണ് ഇത് നടന്നു പോകുന്നത്. ഇവരെ നമ്മള് 4 പേരുടെയും കൂടെ ഒറ്റ ഒരു 4 ഇന്നിപ്പോ അമ്മയും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ 5 പേരുടെയും തന്നെ ഇപ്പൊ പറയാം. കാരണം അമ്മ അത്യാവശ്യം അരിയാനും പറക്കാനും എടുക്കാനും ഒക്കെ തന്നെ ഇപ്പൊ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒരുപോലെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിത് ഇത്രയും ഉണ്ടാക്കി വെച്ചാലും മോനിപ്പം ശരിക്കും 6 മണിക്ക് അവൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്ന. 6 മണിക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊടുക്കുന്നവരാണുള്ളത് നമുക്ക്. ചില സ്കൂളിലും കോളേജിലൊക്കെ 90% പേർക്കും 6 മണിക്ക് കൊടുക്കണം. 6 കാരണം 7 അപ്പൊ കഴിഞ്ഞ ദിവസം 7:30 മുന്നേ എല്ലാവർക്കും കൊടുക്കണം എത്തിച്ചു. എല്ലാവർക്കും. അപ്പൊ ഇവ എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, അമ്മ എന്തിനാ അമ്മ ഈ 7-7:30 തന്നെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്? എല്ലാവർക്കും അത് വേണം. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്നവരും അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കിട്ടണം. പിന്നെ കുറച്ച് അമ്മമാരും അച്ഛന്മാരും കുറച്ച് പ്രായമുള്ള ഒരു കാര്യം, മക്കളൊക്കെ വിദേശത്ത്, അച്ഛനും അമ്മമാരും ഇവിടെ ഒറ്റയ്ക്ക്. അപ്പൊ അവരെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും ഇങ്ങനെ അമ്മമ്മയ്ക്ക് കൊടുക്കണം അച്ഛനും കൊടുക്കണോ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഈ അസുഖക്കാരൊക്കെ അല്ലേ, അപ്പൊ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവരുണ്ട്. പിന്നെ 7:30 മുന്നേ എന്തായാലും അവർക്ക് ഗുളികയൊക്കെ എത്തിക്കണം. കഴിയണം. അപ്പം അത് അനുസരിച്ചിട്ട് പിന്നെ പലതും പല ദിക്കിലാണ്. ഇവിടുന്ന് തുടങ്ങി ഈ ഒരു UC കോളേജ് മുതൽ തുടങ്ങിയിട്ട് കളമശ്ശേരി വാഴക്കുളം വരെ ഉണ്ട്. അപ്പൊ അത്ര ദൂരം വരെ ഇവർക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ അവിടെ എല്ലാം കൊടുത്ത് തിരിച്ച് വന്നിട്ട് ആലുവയിലെ ബാങ്കുകാർക്ക്, HDFC ഫെഡറൽ ബാങ്കുകാർ, അങ്ങനെ കുറെ പേർക്ക്. അപ്പൊ ഇതനുസരിച്ചിട്ട് ഇപ്പൊ മോൻ അത്രയും രാവിലെ മോനും മോളും കൂടെ ഒരു 6-6:15 ഇവിടുന്ന് ചേച്ചി ആദ്യ കാലങ്ങളിലേ ഫുഡൊക്കെ വെച്ചോണ്ടിരുന്നപ്പോ മിച്ചം വന്നായിരുന്നു? മിച്ചം വരുമായിരുന്നു. അപ്പൊ ചേച്ചിക്ക് എന്തോ ഇനിയിപ്പോ എന്ത് ചെയ്യണം ബിസിനസ്? അത് മിച്ചം വന്നു എന്ന് പറയാൻ ശരിക്കും എന്റെ സ്റ്റാർട്ടിങ് ടൈമില് എനിക്ക് മിച്ചമില്ല. കാരണം കോവിഡ് ആണ്. പെട്ടെന്നൊരു ദിവസം നമുക്ക് അപ്രതീക്ഷിതമായി വന്ന ഓർഡറും ആ ഓർഡറിൽ തുടങ്ങിയിട്ട് അടുത്ത ദിവസം മുതൽ രാവിലെ അന്ന് 8 മണിക്കാണ് സോൺ ഓൺ ആവുന്നത്. ഓൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ തുരുതുരാ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് പിന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാർ വാങ്ങിക്കും, വീട്ടിൽ ജോലിക്കാരൊന്നും ഇല്ലാതെ അവരും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്തൊന്നും നമുക്ക് ഫുഡ് മിച്ചമില്ല. പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഹോട്ടലുകളൊക്കെ അങ്ങോട്ട് തുറന്നു വന്നു. ഈ തുറന്നു കഴിഞ്ഞ് ഓർഡറേ ഇല്ല. കാരണം അതുവരെ നമ്മൾ ഈ ഓർഡർ പൊക്കോണ്ടിരിക്കുമ്പോ അതിനെ കരുതി സാധനങ്ങൾ വെക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കും. ഒരാഴ്ചയിൽ എനിക്ക് 250 രൂപയുടെ വരുമാനം കിട്ടിയ സമയം ആകെ ടെൻഷനായി ചെയ്ത് ഞാൻ ഓഫ് ചെയ്തങ്ങ് ഇട്ടു. അപ്പൊ ഞാൻ ഡ്രോപ്പ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞു ഇനി വേറെ ജോലിക്ക് പോകാം, ഇത് ശരിയാവൂല, പറ്റില്ല, ആകെ വിഷമമായി. ഒരു ദിവസം ജോലിക്ക് പോയി ഞാൻ അതിനിടയ്ക്ക് പോയി. അപ്പൊ പോയപ്പോ എന്താ, എനിക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ട് എനിക്ക് ആകെ സങ്കടം കേട്ടോ. ബിസിനസ് തുടങ്ങി വിചാരിച്ചു ഇനി വേറൊരാളുടെ മുന്നിൽ ജോലിക്ക് പോകരുത്, വേറൊരാളുടെ ശമ്പളം പറ്റാൻ പോകരുതെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചു. വൈകിട്ട് വന്നിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് കരഞ്ഞു. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് എനിക്ക് വീണ്ടും പോകേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പൊ ഇവ എന്നോട് പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നത്, അമ്മ സോൺ ഓൺ ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു ഇതായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഹോട്ടലിലൊക്കെ പോയി കഴിക്കാനുള്ള ഒരു ഇതിൽ പോയതാണ്. അമ്മ ഓൺ ചെയ്തിട്ട് അമ്മയ്ക്ക് ഓർഡർ കിട്ടും, അമ്മ വിഷമിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത ദിവസം പറഞ്ഞ അമ്മ ജോലിക്കൊന്നും പോകണ്ട, സോൺ ഓൺ ചെയ്തിടാൻ പറഞ്ഞു. ശരി, അടുത്ത ദിവസം മുതൽ സോൺ ഓൺ ചെയ്തിട്ടു. സോൺ ഓൺ ചെയ്തിട്ട് ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേശ്ശെ വരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ പഴയത് ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. പിന്നെ ഈ നിമിഷം വരെയും
തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ എന്താ ഓഫ് ചെയ്തിട്ട് ഒരു ഓർഡർ വന്നാൽ റിജക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പം നമുക്ക് ഈ ഇന്റർവ്യൂ സമയത്ത് അത് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാനത് അപ്പം പിന്നെ നമുക്ക് തിരിഞ്ഞു നമ്മൾ ഓഫാക്കി ഇട്ടാൽ കസ്റ്റമർ ഇപ്പം നമ്മളെ ഇങ്ങോട്ട് വിളിക്കും, ചേച്ചി ഇന്ന് ഓഫാണോ, നമുക്ക് ഫുഡ് വേണമായിരുന്നു, ഇന്ന് ഓപ്പൺ അല്ലേ. ഓപ്പൺ എന്ന് നമ്മൾ ഓഫ് ചെയ്ത് ഇടുന്നത് അപൂർവ സമയത്ത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ വല്ല മാസത്തിലൊരിക്കലും കാണുമായിരിക്കും വല്ല അമ്പലങ്ങളിലും കാണാൻ പോകുന്നത്. അതും രാവിലെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ ഉച്ചക്കലത്തെയും കൂടെ കൊടുത്ത് ഒരു 10 മണിയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് മാത്രമാണ് നമ്മളിത് ഓഫ് ചെയ്യുന്നത്. ചേച്ചി അപ്പൊ ഈ ആരെങ്കിലൊക്കെ നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇഷ്ടംപോലെ നല്ലതെന്ന് കിട്ടി. സത്യം പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളുണ്ട്. ഒരുപാട് റേറ്റിംഗ് ഉണ്ടല്ലോ, റേറ്റിംഗ് വരുന്നുണ്ട്. ഡയറക്റ്റ് വിളിച്ച് ആളെ വെച്ചേക്കുന്നല്ലേ? ഒറ്റ പ്രൊമോഷൻ കൊടുത്തിട്ടില്ല, ഒന്നിലും കൊടുത്തിട്ടില്ല. ഒരു പ്രൊമോഷനും ഇന്ന് വരെ കൊടുത്തിട്ടുമില്ല. എല്ലാരും ഇപ്പൊ എന്റെ വീഡിയോസ് ഇറങ്ങിയപ്പോ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ടല്ലോ, ചേച്ചി ഇത് എങ്ങനെ തുടങ്ങും, എങ്ങനെ ഇത്. അപ്പൊ പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും, ചേച്ചി എങ്ങനെ ഈ ബാങ്കുകാരുടെയൊക്കെ ഓർഡർ ചേച്ചിക്ക് എങ്ങനെ കിട്ടി, അതെങ്ങനെ കിട്ടണം, നമ്മൾ അവിടെ പോയി സംസാരിക്കും. ഞാൻ പറഞ്ഞു ഇന്ന് വരെ ഒരാളടുത്തും പോയി സംസാരിച്ചിട്ടില്ല. അപ്രോച്ച് ചെയ്തിട്ടില്ല അവരായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അല്ല, അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു മൂവ് എന്താണെന്നറിയാവോ? ആ സ്വിഗ്ഗി സൊമാറ്റോയിൽ ചെയ്യുമ്പോൾ അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഉള്ളവർക്ക് അവർ കൊടുക്കുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. മാത്രമല്ല നമുക്ക് ഓർഡർ ചെയ്താൽ നമ്മുടെ പഠിക്കലെത്തും. അതൊരു വലിയ സംഭവമാണ്. അതാണല്ലോ അതിന്റെ ആ ഫുഡ് ഡെലിവറിയുടെ ഒരു വിപ്ലവം. പണ്ട് കിച്ചണിൽ മാക്സിമം നമ്മളെ ടൈമിങ്ങിൽ കൊടുക്കാനും ശ്രമിക്കും. രാവിലെ ഇവിടെ ഒരു അംഗമാണ് കേട്ടോ. അംഗം എന്ന് വെച്ചാലുണ്ടല്ലോ രാവിലെ അങ്ങോട്ട് നമ്മൾ എണീക്കുന്ന ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ ടൈമിംഗ് ഫുള്ള് ചേഞ്ച് ആവും. പിന്നെ ഫുള്ള് ചേഞ്ച് ആയി. അപ്പൊ ആളെ ചിലപ്പോ ഞാനൊന്ന് വിളിക്കും. വിളിച്ചിട്ട് ഇനി വരുമ്പം അവന് എത്ര അലാറം വെച്ചാലും എന്ത് ചെയ്താലും ഞങ്ങൾ ആരെങ്കിലും വിളിക്കാതെ വരുന്നേക്കത്തില്ല. അതവന്റെ നിർബന്ധമാണ്, നമ്മളതൊന്ന് വിളിക്കണം. പിന്നെ ചില ദിവസം ഞാൻ അടിച്ചോണ്ടേയിരിക്കും. ഞാൻ ചോദിക്കും എന്തിനാടാ ഇതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, ഇങ്ങനെ അലാറം അടിപ്പിച്ചു. ഞാൻ ചെന്ന് ആദ്യം ഒന്ന് വിളിക്കും, ഉണരും. ഇച്ചിരി കഴിഞ്ഞ് വീണ്ടും വന്ന് ഞാൻ ഒന്നുകൂടെ നോക്കുമ്പോ എഴുന്നേറ്റിട്ടില്ല. കുറച്ചുകൂടെ നോക്കുമ്പോ ചെന്നിട്ട് 2 വഴക്കങ്ങ് കൊടുക്കുമ്പോ അപ്പൊ പിന്നെ എന്നാലേ എഴുന്നേക്കും. ആ വഴക്ക് കിട്ടണം ഇന്നും. അമ്മയെ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ അതാണോ? രാവിലെ ഇവിടെ ഒരു അംഗം തന്നെയാണ്. ഇവിടെ ഡെലിവറിക്ക് ഇറങ്ങുന്നതിന് മുന്നേ വരെ. കാരണം 7 മണിയാകുമ്പോ സോൺ ഓൺ ആവും. അതിന് മുന്നേ ഇതെല്ലാം തീർക്കണം. അപ്പം സൊമാറ്റോ ഓണാവാൻ തുടങ്ങും. പിന്നെ അതിലേക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ഇതെല്ലാം ചെയ്ത് പൊതി കെട്ടി ഇവരെ അങ്ങോട്ട് വിട്ടിട്ട് സമാധാനമായിട്ടൊരു ചായ ഉണ്ടാക്കാം. അപ്പം ഞാൻ പാത്രങ്ങൾ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പറയും ഇത്തിരി ചായക്ക് വെക്കും, നമുക്ക് ചായ ഇടാം. ഒന്നുകിൽ അമ്മ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു ചായക്ക് അങ്ങോട്ട് വെച്ച് ചായ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് ഓർഡർ അത് കുടിക്കാൻ പിന്നെ സമ്മതിക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് ഒന്നുകൂടെ ചൂടാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ അടുത്തോടെ അത് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ. അപ്പൊ എന്നോട് ഒരു ചായ ചിലപ്പോൾ ഒരു ദിവസം ഞാൻ 4-5 പ്രാവശ്യമെങ്കിലും ചൂടാക്കും. ചില സമയത്ത് ദേഷ്യം വരും. അങ്ങനെ വെക്കാൻ പറ്റില്ല. അല്ല ഞാൻ ചുമ്മാ സൊമാറ്റോയിലും അങ്ങനെയാണ്. നമുക്ക് ഒരെണ്ണം തീർന്നു ഇല്ല, ഒന്ന് തീരണ്ട. നമ്മൾ സോൺ ഓണാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറ്. കാര്യം 7 മണിക്ക് സോൺ ഓണാവും, 7:05 ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കും. എങ്ങനെ പോയാലും പിന്നെ ഇതിന് ചില സമയത്ത് ഒരു 10:30 വരെ ഒരിടവേള ഉണ്ടാവൂല. പക്ഷെ അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഈ ഓർഡർ വരുന്നു എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ഉണ്ട്. 15-20 മിനിറ്റ് ഒക്കെ ടൈം ഉണ്ടാവുള്ളൂ. അതിനകത്ത് 4 ഐറ്റംസ് അതെങ്ങനെ നമുക്ക് മെനു ഉണ്ടാവും? നമുക്ക് മെനു ഉണ്ട്. നമ്മുടെ മെനു ഓൾറെഡി അതില് എന്തൊക്കെയാണ് സ്ഥിരം മെനു ഉണ്ട് നമുക്ക്. അപ്പൊ അതിനകത്ത് നമുക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട്, എഗ് ദോശ, ചിക്കൻ ദോശ. ചില ഓർഡേഴ്സ് വരുവാന്നുണ്ടെങ്കിൽ മെനുവിനകത്തുള്ള എല്ലാ ഐറ്റംസും ചിലപ്പോൾ ഉണ്ടാവും. ഇന്നലെ രാവിലെ എനിക്ക് ദേഷ്യം വന്നു. പുട്ട്, വീറ്റ് പുട്ട്, വീറ്റ് ദോശ, പിന്നെ അപ്പം വിത്ത് കോക്കനട്ട് ഡ്രൈ ചമ്മന്തി, അപ്പം കടലക്കറി. ഇപ്പൊ ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു കറി പറ്റൂല, 2 കറി 5 വർഷം ഓർഡർ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു എഗ് പുട്ടുണ്ട്. നല്ല തിരക്ക് സമയത്ത് ഈ എഗ് പുട്ട് എഗ് പുട്ട് എഗ് മസാലയ്ക്ക് അത് ഇട്ട് പുട്ടുണ്ടാക്കി കൊടുക്കും. സാധാരണ തേങ്ങ ഇടുന്നതിന് പകരം എഗ്ഗിന്റെ മസാല ഉണ്ടാക്കി അത് പുട്ട്. അത് ഭയങ്കര മൂവിങ് ആണ്. അതെങ്ങനെ എഗ്ഗിന്റെ മസാലക്കകത്ത് മുട്ട പിന്നെ ഇടുവോ? നമ്മള് മുട്ട സ്ലൈസ് ചെയ്തിടുവോ? ഇല്ല,
മുട്ടയിട്ട് നമ്മുടെ എഗ് ബുർജി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അതുപോലെ കഴിച്ചിട്ടില്ലപ്പാ. ആ ഇനി ഒരു ദിവസം വന്ന് ആ. തടി കഴിക്കണം മാത്രമേ കേട്ടോ. ഉള്ളൂ എനിക്കങ്ങനെ അത്രേ വലിയ ഉള്ളല്ലേ? കഞ്ഞിയും കപ്പ ചോറ് അതൊക്കെ. അതിൽ കൂടുതൽ എനിക്ക് വലിയ ആ താല്പര്യമില്ല. നമ്മളൊക്കെ അതിന്റെ ആൾക്കാരെ നമ്മളൊന്നും ഈ എഗ് പുട്ടൊന്നും ഇന്ന് വരെ കഴിച്ചിട്ടില്ല സത്യം പറയാൻ. ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്നു കൊടുക്കുന്നു എന്നല്ലാതെ. അല്ലാണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല. ഉണ്ടാക്കുന്ന പല സാധനങ്ങളും നമ്മള് അതായത് അപ്പൊ ഈ എഗ് പുട്ടിന് സ്റ്റാർട്ടിങ് മുതൽ നമുക്കുള്ളതാണ് മിനി ഇഡലി മിനി ഇഡലി. ഇന്ന് വരെ നമ്മള് കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. 3-4 വർഷം കൊണ്ട് ചെയ്യുന്നു എഗ് പുട്ട്. വളരെ എത്ര ബെസ്റ്റ് നാളുകൊണ്ട് സെല്ലിംഗ് സാധനമാണ് അത്. ആ പിന്നെ എഗ് ദോശ, ചിക്കൻ ദോശ, ഇതൊന്നും നമ്മൾ ആരും കഴിച്ചിട്ടില്ല. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് രാവിലെ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റിന് സമയം കിട്ടത്തില്ല. ഓ. ഉച്ചയ്ക്ക് ചിലപ്പം ചോറ് കഴിക്കും. രാത്രി പിന്നെ മിക്ക ദിവസങ്ങളിലും പട്ടിണിയായിരിക്കും. കാരണം എല്ലാം ചെയ്ത് അവശതയായി വരുമ്പോ പിന്നെ കിടന്നാ മതി. കഴിക്കാനൊന്നും തോന്നൂല. എവിടെയെങ്കിലും കിടന്നാ മതി. കണ്ടാലും തോന്നൂലല്ലേ? ആ ഓ, കണ്ടാ എന്റെ പൊന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആ അച്ഛനാ പറഞ്ഞ, ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി എന്റെ പേര് കുറ്റം പറയണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടു നിറയുന്നുണ്ടല്ലോ ഡെയിലി. ആ, ആ, ആ. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ ഉണ്ട് മറന്നവന്റെ കയ്യിൽ നിന്ന് ഉരുള ചോദിക്കാളെന്ന് പറയുന്ന പോലെ നമ്മൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളത് തൃപ്തിയാണല്ലോ, അതെ നമ്മുടെ തൃപ്തിയിലാണല്ലോ ഇത് കൊടുക്കുന്നത്. പിന്നെ ചേച്ചി ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അന്വേഷിക്കുന്ന പോലെ തന്നെ ഞാനും അന്വേഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് ജോലിയൊക്കെ ഇല്ലാണ്ടായ ഇങ്ങനെയൊക്കെ പണിയെടുത്ത് ജീവിക്കല്ലോ. ഇഷ്ടംപോലെ പേര് ജോലിക്ക് വേണ്ടി വിളിക്കുന്നുമുണ്ട്. ആമ്പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ഡെലിവറിക്ക് ഇതൊക്കെ. അപ്പൊ കൂടെ മോള് പറയും, ഇവനോട് വഴക്കുണ്ടാക്കുമ്പോൾ പറയാം, അമ്മേ ഇന്നലെ ഡെലിവറിക്ക് ആളെ വിളിച്ചില്ലയോ, വെക്കമ്മേ വേറെ ആളിനെ വെക്ക്, അവനെ വേണ്ട എന്ന് പറയും. എന്താണ് പക്ഷെ ഇടയ്ക്ക് രണ്ടുപേരെയൊക്കെ ഞാൻ വെച്ചു. പിന്നെ വെച്ചായിരുന്നു. പക്ഷെ വെച്ചിട്ടുകൊണ്ട് നമുക്ക് തൃപ്തി വരുന്നില്ല. അതെന്താന്നറിയാം, അപ്പൊ നമ്മളുടേതാകുമ്പോ നമുക്ക് കുറച്ചുകൂടെ അതിന് അത്രയും അതെ, ഒരേ ഒരു ദിവസം മാത്രമേ ഞാൻ ഒരാളെ കൊണ്ട് ഇവിടെ കറി വെപ്പിച്ചോളൂ. അന്ന് ആ കറിക്ക് എനിക്ക് കംപ്ലൈന്റ് വന്നു. ഒറ്റ ദിവസം. അത് അന്ന് ഞാനും മോനും നമ്മൾ എവിടെയാ എന്തോ ആവശ്യമായിട്ട് പോയി. നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതന്നെ എറണാകുളത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് പോയിട്ട് വന്നപ്പം വൈകിട്ട് ഇടിയപ്പം ഉരുളക്കിഴങ്ങ് കറി അല്ലേ മോനെ, അതിനെ ഉരുളക്കിഴങ്ങ് കറി വെപ്പിച്ചു. ആ വൈകിട്ട് ആ കറി നമ്മൾക്ക് കൊടുത്ത ആള് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു കറി പുളിച്ചു പോയിന്ന്. അപ്പൊ ഞാൻ അന്തം വിട്ടു. പഴയ കറിയാണോന്ന് ചോദിച്ചു. അപ്പൊ മോൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മ ഇങ്ങനെ ഇന്ന ആളെ വിളിച്ചിട്ട് കറി ഇതായെന്ന് പറഞ്ഞു, പുളിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോനെ പുളിക്കില്ലല്ലോ, കാരണം ഇന്ന് ചാൻസ് ഇല്ല. കാരണം എന്നിട്ട് ഞാനിവിടെ രാത്രി വൈകിട്ട് വന്നിട്ട് ഞാൻ അവിടെ പോയി ആ കറി നോക്കിയിട്ട് അത് അവിടെ ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുപോകും. എടുത്ത് കറി എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അതിന് ചെറിയ പുളിരസമുണ്ട്. പക്ഷെ എന്താ എനിക്ക് തോന്നി ഇവരെന്തോ വെള്ളം എന്തോ ഒഴിച്ച് ചൂടാക്കാതെയോ അങ്ങനെ എന്തോ ഉണ്ടാക്കി വെച്ചു. എന്താണെങ്കിലും ആ ഒരേ ഒരു ദിവസം മാത്രമേ ഒരാളെ കൊണ്ട് ഞാൻ കറി വെപ്പിച്ചോളൂ. അന്ന് എനിക്ക് ആ കറിക്ക് കംപ്ലൈന്റ് വന്നു. പിന്നെ ഇന്ന് വരെ. അപ്പൊ അതോടുകൂടി പിന്നെ മോൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഒരു പച്ചക്കറി അരിഞ്ഞപ്പോൾ അത് നമ്മൾക്ക് തന്നെ കിട്ടി. അതിനകത്ത് പയറരിഞ്ഞ് വെച്ചതിനകത്ത് പുഴുവിനെ കണ്ടു. അപ്പൊ മോൻ കണ്ടിട്ട് മോൻ പറഞ്ഞു, അന്ന് രണ്ടുപേരുണ്ട്, അമ്മ എന്തിനാ ഇവിടെ 2 പണിക്കാർ, അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ചെയ്തിരുന്ന സമയത്ത് ഒരൊന്നുമില്ല. അപ്പൊ ഈ 2 ആളെ അമ്മ ഇവിടെ പണിക്ക്, ഒരാൾക്ക് 550 രൂപ ശമ്പളമാണ് ഒരു ദിവസം. അപ്പൊ ഇത് ചെയ്തമ്മ ഇത് ചെയ്യിച്ചിട്ട് ഇതിനകത്ത് ഇത് വരാനാണെങ്കിൽ അപ്പൊ അവരെ വിളിച്ചിട്ട് മോൻ പറഞ്ഞു, ഇതുപോലെയാണ്, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെയ്യുക. അപ്പൊ അത് പിന്നെ തോന്നി അത് ശരിയാവുന്നില്ല എന്ന് തോന്നിയപ്പോ പിന്നെ കഴുകലും പറക്കലും എല്ലാം അവിടെയാണ്. കഴുകലിന്റെ ആൾ അവിടെയാണ്. അല്ല, അവര് കഴിയാലും പിന്നെ ഞാൻ അവര് കഴിയാലും ഇവിടെ പാത്രം അവര് കഴുകി വെച്ചാലും പിന്നെ അതെടുത്ത് ഒന്നും കൂടെ കഴുകും. നമുക്കൊരു തൃപ്തിക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യം കംപ്ലൈന്റ് വന്നാൽ തീർന്നു ഈ ഒരു കാര്യത്തിൽ. അതാണ്. അപ്പൊ നമ്മൾ ഇത്രയും വർഷം കാത്തു സൂക്ഷിച്ച മുഴുവനും പോകും. അപ്പൊ ആ ഒരു ഇതിൽ പിന്നെ വിചാരിച്ചു വേണ്ട, നമ്മളെ സ്വയം ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ഇഷ്ടവും. നമ്മളെ എന്താണ് ചേച്ചി ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര മാതൃകയാണ്. മാത്രമല്ല ഒരുപാട് പേര് തുടങ്ങി കേട്ടോ, എത്രയോ പേര്. പിന്നെ പാലക്കാട് നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി. എല്ലാ സൺഡേയിലും ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് പേര് തുടങ്ങിയവരുണ്ട്. ഇപ്പോഴും എന്നെ വിളിച്ച് തിരുവനന്തപുരത്ത് ഒരു പെങ്കൊച്ച്, അവള് അത്യാവശ്യം നല്ലപോലെ സക്സസ് ആയി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആഴ്ച 2000 രൂപയൊക്കെ കിട്ടുന്നുണ്ടെന്ന് അടുത്ത ദിവസം. നന്നായിട്ട് ഇതിനു വേണ്ടി മാത്രം നമ്മൾ നിൽക്കണം. നമ്മൾ മാത്രമല്ല, ഇപ്പം ചേച്ചിയുടെ ഒരു വലിയ ലക്ക് മക്കളും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അതെന്നോട് പറയുന്നത്. ചോദിക്കുന്നവരാണെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പം പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്, അതായത് നമ്മളിത് തുടങ്ങി സക്സസ് ആയെന്ന് കാണുമ്പോ ഒരു വിചാരിക്കണ പെട്ടെന്ന് സുപ്രഭാതത്തില് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര ലക്ഷം രൂപ നമുക്ക് മാസം കിട്ടും. ഞാൻ പറഞ്ഞ ആദ്യം ഒന്നും 1 രൂപ പോലും കിട്ടില്ല, പിന്നല്ലേ ലക്ഷങ്ങൾ കിട്ടുന്നത്. ഇപ്പൊ ഞാനിപ്പോ തുടങ്ങിയ സമയത്ത് കോവിഡ് ആയിരുന്നത് കൊണ്ട് ആദ്യം മുതലേ എനിക്ക് ഓർഡർ കിട്ടി തുടങ്ങി. പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടാമതൊരു ഔട്ട്ലെറ്റ്, മില്ലറ്റ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്ലെറ്റ് കൂടി നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മില്ലറ്റിന് മാത്രമായിട്ട്. ഇപ്പൊ അതിൽ നമുക്കിപ്പോ ഒരു 10-15 ദിവസമായി നമ്മൾ തുടങ്ങിയിട്ടല്ലേ. നമുക്ക് ഓർഡറുകൾ വന്നു തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. കാരണം
ഒരു കസ്റ്റമർ നമ്മളത് ഏറ്റവും താഴെ ആയിരിക്കും ഉള്ളത് പുതിയതായിട്ടുള്ള ഒരു സോണ് തുടങ്ങുമ്പോൾ. അപ്പൊ ഒരു കസ്റ്റമർ നോക്കുമ്പോൾ ആദ്യം റേറ്റിംഗ് ഉള്ളതായിരിക്കും അവർ നോക്കുന്നത്. അവരിങ്ങനെ ഏറ്റവും താഴെ 10-250 എണ്ണൊന്നും ഒരാളും നോക്കില്ല. അപ്പൊ ആദ്യം നമുക്ക് ഓർഡർ കുറയും, അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ആദ്യത്തെ ഒരു 6 മാസം ഒന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ നിങ്ങൾ അതിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് മാത്രം ഇതിനെ കൊണ്ടുപോകും. അല്ലാതെ ഇതൊരു ജീവിതമാർഗമായിട്ട് ആദ്യം നമ്മള്, കാരണം അന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ക്ലൗഡ് കിച്ചൺ ഇല്ല, നമ്മള് മാത്രമാണ് ഇന്ന് കുമ്പളം മുളയ്ക്കുന്നത് പോലെ ക്ലൗഡ് കിച്ചൺസ് മുളച്ച് ഇഷ്ടംപോലെ. നമ്മൾ ഓൺ ബോർഡ് ചെയ്യുന്ന ടൈമിൽ ക്ലൗഡ് കിച്ചൺ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമിൽ ഒറ്റ കിച്ചൺ മാത്രമേ നമ്മുടെ കിച്ചൺ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോ ഇവിടുത്തെ ഈ ഒരു ആലുവ തന്നെ എത്ര ഉണ്ട്, പിന്നെ ഒരു 10-20 എണ്ണം ഇപ്പൊ തന്നെ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അപ്പൊ എന്റെ ബിസിനസ് കൂട്ടി. പക്ഷേ ഇനിയിപ്പോ എത്ര പേര് എന്നോട് വിളിച്ചാലും, ഇപ്പൊ ചിലരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയും കേട്ടോ, ഞങ്ങള് അടുത്തുനിന്നൊന്നും അല്ല വിളിക്കുന്നത്, ഞങ്ങള് ദൂരെ നിന്നാണ് വിളിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടുന്ന് വിളിച്ചാലും, ഇപ്പൊ എന്റെ വീണ്ടും ഫ്രണ്ടിൽ നിന്ന് വിളിച്ചാലും എനിക്ക് പേടിയില്ല. കാരണം എനിക്ക് കിട്ടേണ്ട കസ്റ്റമർ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എത്ര പേര് എവിടെ തുടങ്ങിയാലും ഇന്ന് വരെ ആ പേടിയില്ല. ഓൺലൈൻ ആണെങ്കിൽ പോലും കൂടുതലും റെഗുലർ കസ്റ്റമേഴ്സ്. ഇപ്പൊ 85 ഓർഡർ വന്ന കസ്റ്റമർ ഉണ്ട് എനിക്ക് കണ്ടിന്യൂസ്ലി. 85ാമത്തെ ഓർഡർ സുരേഷ് ഇന്ന് പുള്ളിയുടെ വന്ന 85ാമത്തെ ഓർഡർ. ഇവിടുന്ന് മറ്റുള്ള രീതിയിലൊന്നും ഇല്ലല്ലോ, ഫുഡ് വേറെ കാറ്ററിംഗ് ഒന്നും ഇല്ലല്ലോ? അല്ല, അതുണ്ട്. ഇപ്പൊ അത്യാവശ്യം ബൾക്ക് ഓർഡറുകൾ വന്നാൽ, ഇപ്പൊ ബിരിയാണി, ഫ്രൈഡ് റൈസോ, സദ്യയോ, അങ്ങനെ അത്യാവശ്യം ആൾക്കാരുടെ ഓർഡർ അനുസരിച്ചിട്ട് അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചിക്കനും മട്ടനും ബീഫും എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്തു. നമുക്ക് ന്യൂ ഇയർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഭയങ്കര ഓർഡർ ആയിരിക്കും. ചിക്കൻ്റെ ഇതിന്റെ എല്ലാം കറികളിൽ മാത്രം ഐറ്റംസ് എപ്പോഴും ഉണ്ട്. കറിക്ക് മാത്രം പലരും വരും, പക്ഷെ അങ്ങനെ എനിക്ക് കറി മാത്രം കൊടുക്കാൻ ഉണ്ടാവൂല. ഓണത്തിനും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഈ ഓണത്തിന് കൊടുത്തില്ല. കാരണം അപ്പൊ അച്ഛൻ മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളു. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഓണം ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഇല്ല, സദ്യ ചെയ്തില്ല. കഴിഞ്ഞ തവണയൊക്കെ നമ്മള് സദ്യയൊക്കെ ഭയങ്കര റിസ്ക്, പക്ഷെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ടും സമയമാകുമ്പോ നമ്മള് ആൾക്കാർ അപ്പൊ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുന്നതെന്ന് വെച്ചിട്ട് അപ്പൊ പിന്നെ ചെയ്തു കൊടുക്കും. എന്താണെങ്കിലും ചേച്ചി പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അടിപൊളിയായിട്ട് ചേച്ചിയുടെ ബിസിനസ് പോട്ടെ. മകൾക്ക് പ്രത്യേകം ഈ കൺഗ്രാലേഷൻ കൊടുത്തേക്കണം കേട്ടല്ലോ. പണി ജോലി എന്താണേലും ആയിക്കോട്ടെ, അവനവൻ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വഴിയെടുക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം. അതുപോലെ തന്നെ അമലിനും, കാരണം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളുണ്ട്. അതിലുപരി ഇല്ല, അവരെ സംബന്ധിച്ചിട്ട് അവരൊന്നിനും പുറത്തേക്ക് പോകുന്നില്ല എന്ന് തന്നെ പറയാം. അതെ, അവരുടെ ടൈം അവരുടെ ഫുൾ ടൈം രാവിലെ ഇപ്പം പോയി ഒരു വരുമ്പോ 8-9 മണി, ചിലപ്പോ കഴിച്ചാലായി ഇല്ലെങ്കിലായി കുറച്ചു നേരം കിടക്കും. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്കുള്ളത് കൊണ്ടുപോകാനോ അതും കൊണ്ടുപോകണം. പിന്നെ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കലോ അതും ഇതുമായിട്ട്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഈ കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇപ്പം 4:45 ഒരു 5:30 ആകുമ്പോൾ അടുത്തത് പോവുകയാണ്. പോയാൽ 8:30-9 മണിയാവും തിരിച്ചു വരുമ്പോ. അപ്പം അവർക്ക് വേറെ എന്തിനു പോകാനാണ് ടൈമുള്ളത്? ഒന്നിനുമില്ല. ആകെ അവർ എത്രയെങ്കിലും നാളിന് ശേഷം പോയി ഇന്നലെ കളി കാണാൻ. അപ്പൊ ഒരു വലിയ ബിസിനസ് ടൈക്കൂൺ ആയിട്ട് വളരട്ടെ. ഓക്കെ, താങ്ക് യു.